എല്ലാവർക്കുമുള്ള ഒരു വലിയ പാഠമാണ് കർണാടകയിലെ വിമത MLA-മാർ. പണത്തിനും രാഷ്ട്രീയത്തിനും വേണ്ടിയിട്ട് പോറ്റി വളർത്തിയ പാർട്ടിയെ തള്ളിപ്പറയുന്ന എല്ലാ നേതാക്കന്മാർക്കും, എല്ലാ MLA-മാർക്കും MP-മാർക്കും കർണാടകയിലെ വിമത MLA-മാർ വലിയ സന്ദേശം നൽകുകയാണ്. നമുക്കറിയാവുന്ന ഒരു വലിയ കാര്യമാണ്, കർണാടക രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചവരാണ് വിമത MLA-മാർ. കുതിരക്കച്ചവടത്തിലൂടെ BJP പാളയത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അതിലൂടെ കർണാടകയിലെ കോൺഗ്രസ് JDS സർക്കാർ താഴെ വീഴുകയും ചെയ്തു. തുടർന്ന് യെഡിയൂരപ്പ സർക്കാർ കടന്നു വരികയും ചെയ്തു. അവരെ സംരക്ഷിച്ചതും ഈ കുതിരക്കച്ചവടത്തിന് മുന്നോട്ട് കൊണ്ടുവന്നതുമൊക്കെ അമിത്ഷായാണ് എന്ന് യെഡിയൂരപ്പ തുറന്നു സമ്മതിക്കുന്ന ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തു വന്നതോടുകൂടി മതേതരത്വ വിശ്വാസികൾക്ക് BJPയുടെ പച്ചയായ തനിനിറം മനസ്സിലായിരിക്കുകയാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വിമത MLA-മാർ അന്ന് BJPക്ക് അനുകൂലമായി നിന്നപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അമിത്ഷാ പോലും രംഗത്ത് വരികയുണ്ടായി. അതിനുശേഷം യെഡിയൂരപ്പ സർക്കാർ അധികാരത്തിലേറുന്നു. എന്നാൽ അത് കഴിഞ്ഞ് വിമത MLA-മാരോട് BJP നോ പറഞ്ഞിരിക്കുകയാണ്. എന്തിനു വേണം പറയാൻ, ഇന്ന് പോലും അവർക്കെതിരെ ഒരു പ്രസ്താവനയുണ്ടായി, അതും BJP പാളയത്തിൽ നിന്ന് തന്നെ. അത് മറ്റാരുമല്ല, സംസ്ഥാന മന്ത്രിയായിട്ടുള്ള ജഗദീഷ് ഖട്ടർ തന്നെയാണ് അവർക്ക് നേരെ വിരൽ ചൂണ്ടി രംഗത്തെത്തിയത്. വിമത MLA-മാരെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കാമെന്ന് ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവർ തനിയെ മത്സരിച്ച് വിജയിച്ചോട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം. അതായത് വിമത MLA-മാരെ ഞങ്ങൾ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നാണ് BJP മുന്നോട്ട് വെക്കുന്നുള്ളത്. പിന്നെ ഇവർ വന്ന കാര്യം നടന്നു, അതൊട്ടും നടന്നുമില്ല. അതായത് അധികാരം ലഭിച്ചില്ല, പണം ലഭിച്ചു കാണും. അതായത് ഒന്നെങ്കിൽ മന്ത്രിയാക്കാമെന്ന് BJPയുടെ ചില നേതാക്കൾ പറഞ്ഞതായിട്ട് വിമത MLA-മാർ പറയുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി അവർക്ക് അനുകൂലമായ ഒരു തീരുമാനമെടുത്താൽ മാത്രമേ അവർക്ക് മത്സരിക്കാൻ പോലും സാധ്യമാവുകയുള്ളൂ. നിലവിൽ ആ സാധ്യതകളെ നിയമവിദഗ്ധർ തള്ളിക്കളയുമ്പോൾ വിമത MLA-മാരുടെ അവസ്ഥ ഖേദകരം തന്നെയാണ്. ഇപ്പോൾ BJPയുടെ പല നേതാക്കളെയും കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരൊക്കെ വിമത MLA-മാരെ ആട്ടിപ്പായിക്കുകയാണ്. അവരുടെ ഫോൺ കോൾ വരെ എടുക്കാത്ത ഒരവസ്ഥ അവർ തുറന്നു പറയുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം നമ്മൾ തന്നെ കണ്ടതാണ്. അങ്ങനെ എല്ലാവർക്കുമുള്ള ഒരു വലിയ പാഠമായി കർണാടകയിലെ വിമത MLA-മാർ മാറുകയാണ്. അധികാരത്തിനും രാഷ്ട്രീയത്തിനും സ്വതാൽപര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് എന്ന സത്യം തിരിച്ചറിയാതെ പോകരുത്. അതും BJPയെ പോലെയുള്ള ഒരു പാർട്ടിയിലേക്ക് പോയാൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.